പുതിയ പിള്ളേരാണ്. 4 പോത്തന്മാർ 10 ദിവസം കഴിഞ്ഞ് പുറത്തിറക്കാവൂന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഈ കാലാവസ്ഥയായിട്ടൊന്ന് സെറ്റായിട്ടേ വെള്ളത്തിലൊക്കെ ഇറക്കത്തുള്ളൂ. ആ നമ്മളിപ്പോൾ പറമ്പിൽ ഒരു സിപ്പ് ലൈൻ എന്ന പദ്ധതിയിൽ ആവിഷ്കരിച്ചാണ് സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ ചാണകമൊക്കെ ഇടാനായിട്ട്. അതെ, ചാണകം അപ്പുറത്തെ പറമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ, ഇവിടുത്തെ പറമ്പിൽ നിന്ന് അവിടുത്തെ പറമ്പിലോട്ട്. അത് കുഞ്ഞാവ അവിടുന്ന് വിറക് കൊടുത്തു വിടുന്നുണ്ട്. പരീക്ഷണമാണ്, ഫസ്റ്റാണ്. ട്രയൽ റണ്ണ്. ഇങ്ങനെ കിടുവിനെ വെച്ച് വിടാം വല്ലപ്പോഴും. കുഞ്ഞാവെ കണ്ടോ, ദോ നിൽക്കുന്നു അപ്പുറം പറമ്പിൽ. വെള്ളം കുടിക്കുന്ന കിണറിനെ ഉണ്ടാക്കൂടാ വരുന്നത്. പിന്നെ പോകുന്നു ഫ്രീ റൈഡാ. കിടു ഞാനിവിടെ പോയാലങ്ങ് എത്തുവോ? നീ പോത്തില്ല, ഇതങ്ങനത്തെ അല്ല. കയറ്റി വിട്ടാ നിന്നെ മാമൻ്റെ അടുത്ത് അപ്പുറത്തെ പറമ്പിൽ കളയും. തിരിച്ചിങ്ങോട്ട് വിടത്തില്ല. രാത്രി കത്തിക്കാനുള്ള വിറകാ. അല്ല പിന്നെ തണുപ്പത്തല്ല പറ്റത്തുള്ളൂ. അവിടെ പോന്ന കാണട്ടെ. തന്നെ പോന്ന ഒരു റൗണ്ട് അടിച്ച് വേണം. വനിതാകുമ്പോൾ എളുപ്പമുണ്ട്. അതെ, അവിടെ വെള്ളച്ചാട്ടത്തിന് അവിടെ ഇനി സാധനമൊക്കെ ഇതുവഴിയാ കടത്തി വിടുന്നത്. പൈസ ഇല്ലാണ്ട് ടിക്കറ്റ് ഇല്ല. എന്നാ വാ തിരിച്ച് വീട്ടിൽ പോ. എടാ പറമ്പിൽ കൂടെ ഓടി നടക്കുവാടാ. അറിയത്തില്ല, അമ്മയെ പിടി കിട്ടാതിരിക്കാൻ വേണ്ടി മേളിൽ കൂടെ താഴെ കൂടെ എല്ലാം ഓട്ടമായിരുന്നു. ഇപ്പോഴാണ് നിന്നെ ഒന്ന് പിടുത്തം കിട്ടിയേ. എന്തിനാടാ ഓടിയേ? എന്തിനാ ഓടിയെന്ന് പറ. കൊഞ്ചാണ്ട് പറയടാ. നീ പറയണ്ട. നിന്നെ സുലഭ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുന്ന 2 കിട്ടും നിനക്കുന്ന. അമ്മ പറഞ്ഞിട്ടില്ലേ നിന്നോട് പറമ്പിൽ കൂടെ ഓടരുതെന്ന് ആരും ഇല്ലാത്തപ്പോ? എന്തിനാ മേളിൽ കൂടെ ഇറങ്ങി 2ാമത് ഓടി അമ്മ മുറ്റത്തിറങ്ങിയപ്പോ? എന്നിട്ട് വാഴയെ കൂടെ കയറുന്നു മേളിലോട്ട്. നിന്നെ കൂടെ കയറ്റി വിടോ ടൈല് ഇരുന്നോളോ? ഓക്കെ അല്ലേ? ചിന്നുനെ നീ പിടിച്ചോളൂ, നിന്നെ ആര് പിടിക്കും? നിന്നെ നമുക്ക് അതാ കെട്ടി വെക്കാം, എന്നിട്ട് വിടാം. ആദ്യം വീട്ടിലോട്ട് ചെല്ലുന്നത് നിന്നെ സിപ്പ് ലൈനല്ലേ, ഇന്ന് സുലഭ നിന്നെ എയറിലാ കേട്ടിട്ടുണ്ട്. ചെല്ല്. ഇത് തന്നെയാടാ കളി. അമ്മ ഇവന് ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഉണ്ടല്ലോ, ഇവൻ പറമ്പിൽ കൂടെ ഓടും. അമ്മ എത്രാന്നും വെച്ച് ഇവൻ്റെ പുറകെ ഓടും. നമുക്ക് വാഴയുടെ മണ്ടേ കയറുന്നു. ഉണ്ടായിരുന്നു, നമ്മൾ കൊണ്ടുതരും. ചുമയും പനിയൊന്നും മാറാത്തോണ്ടേ. നിനക്ക് തരാം. പൊന്നുമോൻ ഇങ്ങ് വന്നേ. ബാ പൊന്നുമോൻ ബാ. ചെല്ല സുലഭമ്മയുടെ ഒന്ന് മേടിച്ചു തരാം. ബാ അപ്പുറത്തേക്ക് ഒതുക്കിയിട്ടേ ഇങ്ങോട്ടാള് സ്നേഹത്തോടെ അപ്പ രക്ഷിക്കും. ഇപ്പൊ വന്ന് അടി കൊള്ളാണ്ട് അപ്പ രക്ഷിക്കും. അപ്പൻ്റെ പുറകിൽ ഒളിച്ചാൽ മതി. ഇല്ല, അടി ഒളിപ്പിക്കത്തില്ല. നീയാണ് സത്യം അടി ഒളിപ്പിക്കത്തില്ല. ബാ ഇല്ല, ബാപ്പ എടുക്കാൻ. എൻ്റെ പൊന്നിങ്ങ് വന്നേ. അപ്പടെ തങ്കക്കൂടെ ഇങ്ങ് വന്നേ. അപ്പം പറയേണ്ട കാര്യമില്ല. സുലഭമ്മ കണ്ടല്ലോ നീ പറമ്പിൽ കൂടെ ഓടുന്നേ. മക്കളുവാ വടിയെടുത്ത് മാറ്റി വെക്കാം സുലഭമ്മയുടെ നിന്ന്. അടിക്കത്തില്ല. എന്നാ പാടിക്കാം. അടിക്കണോ വേണ്ടേ? എന്നാ ക്രിസ്മസുകാർ വരുന്നേ വേറെ പള്ളിയുടെ.
ആഹാ ആഹാ ഇങ്ങോട്ട് വരുന്നുണ്ട് സുലഭ, ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ ഇനി എങ്ങോട്ട് പോ? ഇവിടെ അമ്മേ ഓടണ്ട ഓടണ്ട, അമ്മ ഒന്നും ചെയ്യത്തില്ലടാ, വടിയില്ലടാ. വെള്ളോ? അയ്യോ അതങ്ങ് ചെന്നു. കണ്ണാ ഈ വെള്ളം കൊണ്ടുപോടാ കുഞ്ഞാവയ്ക്ക്. അതതിൽ കയറ്റി വിടാൻ. അതിന് ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി വലിക്കണം. ഞാൻ ഇടാ, നീ പിടിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ നടക്കും. ആ വിറകിങ്ങി വന്നു. ഇത്രയും വിറകിങ്ങി വന്നു. അതേ കൂടെ കപ്പിയെ കൂടെ വലിക്കും. എടാ എനിക്ക് അത്രയും ദൂരത്തിൽ ഇടാൻ അറിയത്തില്ല. നമ്മൾ അടുത്തതായി എൻ്റെയും കണ്ണൻ്റെ ഒരു കഴിവാണ് കാണാൻ പോകുന്നത്. പിന്നല്ല, ഇതൊക്കെ നമ്മളെത്ര കണ്ട. ഹായ്, എനിക്ക് അതേ കൂടെ നക്കരെ കയറി പോകണമെന്നുണ്ട്. ആ ബാഗേറ്റ് ഇടാം. ഞാനൊന്നും കയറി അങ്ങനെ, പക്ഷെ ഇങ്ങനെ പിടിക്കണ്ടേ? അത് പിടിക്കുമൊന്നും വേണ്ട, ചമ്പറിനെ മുട്ടേക്ക് ഇരുന്നാൽ മതി. നീ മലേഷ്യയിൽ പോയല്ലേ? ഇതപ്പോ ഞങ്ങൾ ഇവിടെ ഇരുന്ന കൊണ്ട് കയറുവാടാ. നിന്നെ വിടത്തില്ല, നിനക്ക് കൈയും കാലും എല്ലാം കൂടെ കൂട്ടിക്കെട്ടി നിന്നെ വെച്ചെങ്കിലേ ശരിയാത്തുള്ളൂ. അതുകൊണ്ട് നീ കയറണ്ട. ആ ഓടി 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 ഓടി. ഇവിടെ എവിടെയോ കിടുവിൻ്റെ കരച്ചിൽ കേൾക്കാവേ. പദം പറഞ്ഞ് കരയുന്നുണ്ടാവും. അത് മനുഷ്യർ കയറുന്നതല്ല, അത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന. മനുഷ്യർ കയറുന്നതിന് അങ്ങനെയല്ല. മറ്റേ ചെയിനൊക്കെ ഇട്ട് വീഴാത്ത പോലെ കെട്ടി വെക്കണ്ടേ? അല്ലേ അച്ഛ വരട്ടെ, അച്ഛ വരുമ്പോൾ നമുക്ക് നോക്കാം. ആ അപ്പം അച്ഛൻ വിടൂല, അപ്പയും വിടൂല. അത് മനുഷ്യർ കയറുന്നതല്ല. എന്നാൽ പിന്നെ അപ്പ എപ്പോഴേ കയറിയനെ? ആരേലും കയറുന്നു നീ കണ്ടോ? കാണണം ചുമ്മാ പറഞ്ഞ. ഹായ് അപ്പം അച്ഛൻ മീൻകറിയുടെ മണം കണ്ട. ബാ കയറിയോ? പൊന്നുമോൻ കയറിയോ? പടക്കം കണ്ടുപിടിച്ചിട്ടുണ്ട് കിടു. എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തേ? ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു വെക്കണം, എന്നിട്ട് മേലിലടിക്കണം. ഓ എന്തോ സൗണ്ടാ കിടു. ഇതെങ്ങനെ പഠിച്ചാ? എല്ലാം വെച്ചിട്ട് പഠിച്ചു. തന്നെ പഠിച്ചാണോ? തന്നെ എല്ലാം വെച്ചിട്ട് കയ്യിലൊന്ന് അടിച്ചു നോക്കിയാ പൊട്ടി. ഭക്ഷണം കഴിക്കാണ്ട് കറങ്ങി നടക്കരുത്. പിടിച്ചിരുത്തി വരട്ടി വാരി കൊടുത്ത്. അങ്ങനെ വയറ് നഞ്ഞു. വയറ് നഞ്ഞോ? ഓ നിറഞ്ഞു. 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിയാലോ? ഞാൻ വേറെ പടക്കം ഉണ്ടാക്കാണിക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കും, അപ്പോൾ അത് പൊട്ടും. ആണോ? അപ്പേ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ അടിക്കും, അപ്പോൾ പൊട്ടും. ഇത് കീറിപ്പോയി എല്ലാം കൊണ്ട് പറ്റൂല. മുറിക്കാത്ത ഇല എടുക്കണം. ഇങ്ങനെ എടുക്കും, കയ്യിൽ ഇങ്ങനെ വെക്കും. എന്തൊരു സൗണ്ടായത്? ഇതാര് പഠിപ്പിച്ച? എനിക്കറിയാം, അതൊക്കെ എൻ്റെ ബുദ്ധിയാ. എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധി അതൊക്കെ. അപ്പയ്ക്ക് ഞാൻ ജയ് ശ്രീരാമൻ്റെ വടി ഉണ്ടാക്കി തരട്ടെ. ജയ് ശ്രീരാമൻ്റെ വടിയോ? ആ മാമൻ എന്തിയടാ? അപ്പയ്ക്ക് എല്ലാം പടക്കം കണ്ടുപിടിച്ച് ഞാനല്ലേ. ആ എൻ്റെ കുഞ്ഞ്. ഇനി ഞാൻ നമ്മളും പഠിപ്പിക്ക. ഇങ്ങനെ വെച്ചിട്ട് അടിക്കാൻ പഠിക്കാൻ പറ്റും. വലുതാവുമ്പോഴും ഇങ്ങനെ അപ്പയുടെ കൂടെ കളിക്കും. അപ്പേ ഇങ്ങനെ വെച്ചടിച്ച് പഠിക്കാൻ പറ്റും. മോന് വലുതാവുമ്പോൾ ആരാവാനാ? അപ്പേ അതൊക്കെ സമ്മതിച്ചേ. മോൻ വലുതാവുമ്പോൾ ആരാവും? പോലീസാണോ പട്ടാളാണോ? മോനേതാ ഇഷ്ടം? എനിക്ക് പട്ടാളവും പോലീസ് രണ്ടും കൂടെ എങ്ങനെ ആവുന്നു? ഒന്നേ ആവാൻ പറ്റൂ. എന്നാ പോലീസ് അല്ല പട്ടാളം. പട്ടാളവോ? എന്നാ പട്ടാളം മതി. പട്ടാളത്തിനല്ലയോ വെടി വെക്കാൻ പറ്റുന്നേ. അതുകൊണ്ടാണോ എല്ലാരെയും വെടി വെക്കാൻ പോവാ? എല്ലാരും കാട്ടിലെല്ലാരെയും വെടി വെക്കണ്ടേ? കാട്ടിലെയോ? കള്ളന്മാരെയാ? കരോളുകാരുടെ കൂടെ കിടു പോവാണ്. കിടുടെ അച്ഛ വന്നിട്ടുണ്ട്. നോക്കട്ടെ. ഹാപ്പി ക്രിസ്മസിന് പോവാ. ഇങ്ങോട്ട് വരണേ. പാടി പാടി കരോളുകാരുടെ കൂടെ ഞങ്ങളുടെ കിടു എത്തിയിരിക്കുന്നു. എല്ലാരും എത്തിയിരിക്കുന്നു. ഹലോ, ഏതാണ് ഈ കിടു? കിടുവിനെ ഒന്ന് കാണട്ടെ. കിടു സന്തോഷമായോ? പോയി കൂട്ടിക്കൊണ്ടു വന്നല്ലോ. ഹായ്. ഹലോ 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 ഹലോ. ആണോ? ആ എന്നാ നീ വീഡിയോയിലുണ്ടാ. ഹലോ ഹലോ. ഇങ്ങോട്ട് നീ ഉണ്ടടാ എല്ലാരും ഉണ്ടടാ. എടാ നിന്റെ മുഖം ഉണ്ടടാ. ലൈറ്റ് അടിക്കണ്ട, എനിക്ക് കാണാ. ഇങ്ങോട്ട് ഇവിടെ വാ. അത് തുറക്കണ്ട. ആ പിന്നെന്താ എടുക്കാമല്ലോ. ഹലോ ആണോ? ഹലോ 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 ഹലോ. ആണോ? ആ ആയിക്കോട്ടെ. വേണ്ട ഇപ്പൊ വേണ്ട. ഇത് കഴിയട്ടെ.
ആ കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ആ ഹലോ, എല്ലാവരും വന്നു. ആ നമസ്കാരം. കിടു എന്തിയേ? കിടു തുടങ്ങിക്കോ. കണ്ണ ആ സെൽഫി സ്റ്റിക്കിങ് എടുക്കുവോ? കാറിലുണ്ട്, പുറകിലത്തെ സീറ്റ്. എല്ലാരും ഉണ്ട് നിൽക്കും. ഞാനൊന്ന് ഇങ്ങോട്ട് വിളിക്കട്ടെ. ഹലോ, ക്രിസ്മസ് അപ്പൂപ്പൻ. ആ കർത്താവേ, ക്രിസ്തുമസ് വേളയിൽ കർത്താവേ, വാത്സല്യ ഭവനത്തിലും കടന്നു ഒരുപാട് ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി കർത്താവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തെ മുറ്റുവായും കർത്താവിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, ഇതിൽ വസിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അവരുടെ കുടുംബജീവിതം ഭാവി ജീവിതം ഏറ്റവും അനുഗ്രഹമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ എല്ലാ ബിസിനസ് മേഖലയിലും കർത്താവിന്റെ കൃപയും അനുഗ്രഹം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പുതുവർഷവും ക്രിസ്തുമസും കർത്താവേ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ദൈവം തമ്പുരാന്റെ കൃപ വ്യാപരിക്കണമേ കർത്താവേ. കടന്നു വന്ന ഞങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ഭവനങ്ങളും കയറി ഇറങ്ങുവാൻ ഞങ്ങളെ വിലപ്പെടുത്തി ശക്തിയാക്കണം. നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു രക്ഷനാബ്ദി താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. അപ്പൂപ്പന്റെ മുഖം കിട്ടിയല്ലോ. കണ്ടോ ആ പട്ടി തുറക്കല്ലേ ചേച്ചി, ചാടി വരും. അങ്ങനെ എല്ലാരും തിരിച്ചു പോവാണ്. ഇല്ലാത്തത് ഇവിടെ നിന്നോട്ട്, നാളെ വിട്ടേക്കാ. എടാ ചെല്ലടാ, ഇത് ഞങ്ങളുടെ നാടൻ പട്ടി. കിടുപോവാണോ? മതി, ഇന്നത്തെ മതി. നീ പോവാ, പൊക്കോ. പോട്ടെ അണ്ണാണി പോവാന്നോ? പോട്ടെ ആയിക്കോട്ടെ. ഇത് പോന്നില്ല, ഇവിടെ നിൽക്കുവാന്നോ? ആ ടാറ്റ. എടാ ഗേറ്റ് അടിച്ചിട്ടേ പോവൂ. എടാ അടുത്ത വീട്ടിൽ പോട്ടെടാ. അവളിങ്ങി വരും. അവിടെ അപ്പൂപ്പന്റെ ഫോട്ടോഷൂട്ടാണ്. ക്രിസ്മസ് അപ്പൂപ്പന്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അടി കടിക്കുമെങ്കിൽ ഇവിടെ അഴിച്ചോടോടി. അവക്ക് തൊടുകയും വേണം, പേടിയാ. ഇത് ഏറ്റവും പാവം. അവിടെ ഫോട്ടോഷൂട്ടാണ്.
ഓക്കെ മെരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ. കിടു ടാറ്റ ടാറ്റ. ആ പോയിട്ട് വാ, അതിങ്ങ് പോന്നോളൂ. അതെങ്ങോട്ടാ പോകുന്നത്? പൊക്ക വന്നോളൂ. ജാനു പോകൂ. ഞാൻ പോയാ വരും. അതൊന്നും വരൂല. ബൈ മെരി ക്രിസ്മസ്. ടാറ്റ ഹാപ്പി ക്രിസ്മസ്. ഇതിനെ വേണ്ടേ ടാറ്റ? എടാ എല്ലാത്തിനെയും കൊണ്ടുപോടാ. ഓക്കെ ഓക്കെ. എന്തെന്ന് കൊച്ചെ പാത്തു അകത്തെവിടെയോ നിൽപ്പുണ്ട്. ചിക്കൻ ഉള്ളോണ്ട് പാത്തു പാത്ത് കണ്ടോ? അപ്പൂപ്പനെ കണ്ടോ? ഡാൻസ് കളിക്കാണ്. ഞാൻ എങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചപ്പോണ്ടല്ലോ വാങ്ങിയ വണ്ടി കൂടി ചാടുന്നു പാത്തു. അമ്മയെ കണ്ടമ്മ, അമ്മ വിഷമിക്കാതെ ഇല്ല. വീഡിയോ വഴി നമുക്ക് ഇന്ന് വന്നു കാണാത്തവരെല്ലാം ഒന്ന് കണ്ടവരല്ലേ അമ്മയ്ക്ക് വിഷമാവും. ഗേറ്റ് ഒക്കെ അടച്ചോളും. അടച്ചിട്ടുണ്ടാവും. എന്താ മാന ഇവിടുന്ന് കാണാം. താനൊന്നും പോയിട്ടൊന്നുമില്ല. അല്ലല്ല വേറൊരു കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചോ. നീ ഇങ്ങോട്ട് ബാക്കോട്ട് ഇറങ്ങിയോ കാണും. ഈസി ആയിട്ട് കാണാം. മൊത്തം കാണും. കണ്ടേ ഞാൻ നോക്കിയായിരുന്നു ലൂക്കാ. ബട്ട് ഇത് അടിപൊളിയായി. അതാ മറ്റേ ആ ചെറിയ പൂവില്ലേ അതും കൂടെ ഉണ്ടാകുമ്പോൾ റെഡിഷ് കളർ വരുന്നുണ്ട് ഇടയ്ക്ക് കൂടെ. ആ തൂങ്ങി കിടക്കുന്ന പൂവുണ്ടോ